തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം അമ്മ ജീവനൊടുക്കി. അറക്കുന്ന് സ്വദേശി ലീലയാണ് മരിച്ചത്. മകൾ ബിന്ദുവിന്റെ കഴുത്ത് മുറിച്ച ശേഷം ലീല സ്വയം ജീവനൊടുക്കുകയായിരുന്നു. വിഷ്ണു കരുണാകരനുണ്ട് ഞങ്ങളുടെ പ്രതിനിധി. വിഷ്ണു, എപ്പോഴായിരുന്നു? ബിനോയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ബിനോയ്, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? അതുപോലെ തന്നെ എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? ഈ പരിക്കേറ്റ മകളുടെ നില എങ്ങനെയുണ്ട്? തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് മകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം അമ്മ ജീവനൊടുക്കിയത്. അറക്കുന്ന് സ്വദേശി ലീലയാണ് മരിച്ചത്. ബിനോയ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ബിനോയ്, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? എങ്ങനെയുണ്ട് ഇപ്പോൾ മകളുടെ നില? അതുപോലെ തന്നെ ഈ ഒരു ദാരുണ സംഭവത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ബിനോയ്? നെയ്യാറ്റിൻകര ടൗണിനടുത്താണ് ഈ ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. ഇവർ അമ്മയും മകളും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. അമ്മ ലീലയാണ് മകളെ കഴുത്തിന് വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം ആത്മഹത്യ ചെയ്തതെന്ന് പറയപ്പെടുന്നു. കൃത്യമായ വിവരം പോലീസ് എത്തി അന്വേഷണം നടത്തിയാൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച്, അതായത് സ്ഥലവാസികളും അവിടെയുള്ള വാർഡ് കൗൺസിലറും പറയുന്ന അനുസരിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ലീലയുടെയും ബിന്ദുവിന്റെയും കുടുംബം. ലീല 77 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. ഇവര് ബിന്ദു ആകട്ടെ ആരോഗ്യ പ്രശ്നങ്ങളാൽ കഴിഞ്ഞ 4 വർഷമായി കിടപ്പ് രോഗിയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഭർത്താവ് മരിച്ചുപോയിരുന്നു. ബിന്ദുവിന്റെ ചികിത്സാ ചെലവ് ഉൾപ്പെടെയുള്ള നോക്കിയിരുന്നത് ലീലയുടെ മകനായിരുന്നു. അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അയാളും ഇടയ്ക്ക് മരണമടഞ്ഞു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ, അല്ലെങ്കിൽ വീട്ടിലെ ചെലവ് നോക്കാനോ ബിന്ദുവിന്റെ ചികിത്സാ ചെലവിന് പൈസ കണ്ടെത്താനോ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിറ്റായിരുന്നു വീട്ടിലെ ചിലവ് നോക്കി പോന്നിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയാണ് നാട്ടുകാർ അറിയുന്നത്, ഈ മകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് ശേഷം ലീല ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരം. ഇവര് വീടിനകത്ത് തന്നെ മണ്ണെണ്ണ ഒഴിച്ച് സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് വെളിയിൽ ലഭ്യമാവുന്ന വിവരം. എന്നാൽ ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ പോലീസ് എത്തിയതിനു ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഈ ലീലയുടെ മകൾ ബിന്ദുവിന് ചെറിയ തോതിൽ മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു സ്ത്രീ കൂടിയായിരുന്നു. അവര് അവരുടെ വിവരങ്ങൾ കൗൺസിലറോടും അയൽവാസികളോടും പറഞ്ഞത് അമ്മ സ്വയം തീ കൊളുത്തിയതാണെന്നും ഒപ്പം തന്നെ വെട്ടിയെന്നുള്ള വിവരങ്ങൾ. എന്തായാലും സംഭവത്ത് പോലീസ് ആ സ്ഥലമെല്ലാം തന്നെ മുദ്രവെച്ച് മാറ്റിയിരിക്കുകയാണ്. പോലീസിന്റെ ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തിയ ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയും പറ്റാം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് മകളെ കഴുത്തറുത്ത് അമ്മ ജീവനൊടുക്കിയത്. സാമ്പത്തിക പ്രശ്നങ്ങളാണെന്നാണ് പ്രാഥമിക